Welcome to States of Matter, Section 3, Ideal Gas Equation. ഈ ടോപ്പിക്കിലെ രണ്ടാമത്തെ ക്ലാസ്സാണ്. Question number 18. Explain kinetic molecular theory ഓഫ് ഗ്യാസസ്. ഗ്യാസുകളെ സംബന്ധിച്ച ഒരു തിയറി നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. അതിൻ്റെ പേരാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറി. നോക്കാം. ദിസ് തിയറി അറ്റംപ്റ്റ്സ് ടു എലുസിഡേറ്റ് ദ ബിഹേവിയർ ഓഫ് ഗ്യാസസ്. വാതകങ്ങളുടെ സ്വഭാവം വിശദീകരിക്കുന്ന ഒരു തിയറിയാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറി. വാതകങ്ങളുടെ സ്വഭാവം വിശദീകരിക്കുന്ന ഒരു തിയറി. ഈ തിയറിയിലെ പ്രധാനപ്പെട്ട പ്രസ്താവനകൾ എന്തെല്ലാം ആണെന്ന് നോക്കാം. നോക്കൂ. പോസ്റ്റുലേറ്റ്സ്. പോസ്റ്റുലേറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രസ്താവനകൾ. ആദ്യത്തത്, ഓൾ ഗ്യാസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ലാർജ് നമ്പർ ഓഫ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ്. ദ പാർട്ടിക്കിൾസ് ക്യാൻ ബി ഐദർ ആറ്റംസ് ഓർ മോളിക്യൂൾസ്. എല്ലാ വാതകങ്ങളും നിർമ്മിതമായിരിക്കുന്നത് വളരെ ചെറിയ കണങ്ങളെ കൊണ്ടാണ്, പാർട്ടിക്കിൾസിനെ കൊണ്ടാണ്. ഈ പാർട്ടിക്കിൾസ് എന്താവാം? ആറ്റങ്ങളാവാം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവാം. ഇത്തരത്തിലുള്ള ഒരുപാട് ചെറിയ പാർട്ടിക്കിൾസിനെ കൊണ്ടാണ് ഗ്യാസുകൾ നിർമ്മിതമായിരിക്കുന്നത്. ഓൾ ഗ്യാസസ് ആർ മേഡ് അപ്പ് ഓഫ്, അല്ലേ, നിർമ്മിതമായിരിക്കുന്നു. ലാർജ് നമ്പർ ഓഫ്, ഒരുപാടെണ്ണം വേണം. എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ്, വളരെ ചെറിയ പാർട്ടിക്കിൾസ്. അപ്പോൾ വളരെ ചെറിയ പാർട്ടിക്കിൾസിനെ കൊണ്ടാണ് ഗ്യാസുകൾ നിർമ്മിതമായിരിക്കുന്നത്. ഒരുപാട് ചെറിയ പാർട്ടിക്കിൾസ് കൂടിച്ചേർന്നാണ് ഗ്യാസുകൾ നിർമ്മിതമായിരിക്കുന്നത്. ഈ പാർട്ടിക്കിൾസ് ഏതാവാം? ആറ്റങ്ങളാവാം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവാം. ദ പാർട്ടിക്കിൾസ് ക്യാൻ ബി ഐദർ ആറ്റംസ് ഓർ മോളിക്യൂൾസ്. അടുത്ത പോയിന്റ്, ദ പാർട്ടിക്കിൾസ് ആർ സെപ്പറേറ്റഡ് ബൈ ലാർജ് സ്പേസസ്. ഈ പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള ദൂരം കൂടുതലാണ്. ദേ ആർ സെപ്പറേറ്റഡ് ബൈ ലാർജ് സ്പേസസ്. അടുത്ത പോയിന്റ്, അതുകൊണ്ട് എന്ത് സംഭവിക്കും? സോ ദാറ്റ് ദ ആക്ച്വൽ വോള്യൂം ഓഫ് ദ പാർട്ടിക്കിൾസ് ഈസ് നെഗ്ലിജിബിൾ ആസ് കമ്പയർഡ് ടു ദ എംപ്റ്റി സ്പേസസ് ബിറ്റ്വീൻ ദം. പാർട്ടിക്കിൾസ് തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. ഈ ദൂരവുമായി കമ്പയർ ചെയ്യുമ്പോൾ പാർട്ടിക്കിൾസിൻ്റെ വോള്യം നെഗ്ലിജിബിളാണ്. എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസിൻ്റെ വോള്യം നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യം ഇല്ല എന്നർത്ഥം. പാർട്ടിക്കിൾസിൻ്റെ സൈസ് വളരെ കുറവാണ് എന്നർത്ഥം. പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള ദൂരം കൂടുതലാണ്. അതുകൊണ്ട് പാർട്ടിക്കിൾസിൻ്റെ വലുപ്പം അല്ലെങ്കിൽ പാർട്ടിക്കിൾസിൻ്റെ വോള്യം നെഗ്ലിജിബിൾ ആണെന്നാണ് ഈ തിയറി പറയുന്നത്. ഓക്കെ. അടുത്ത പോയിന്റ്, നമ്മൾ കണ്ടു പാർട്ടിക്കിൾസിൻ്റെ ഇടയ്ക്ക് ദൂരം കൂടുതലാണ്. അതുകൊണ്ട് എന്ത് നമുക്ക് ചെയ്യാം? ഈ ഗ്യാസുകളെ നമുക്ക് കംപ്രസ് ചെയ്യാം, അല്ലേ? പ്രഷർ കൊടുത്താൽ പാർട്ടിക്കിൾസ് അടുത്തേക്ക് വരും. ദാറ്റ് ഈസ് വൈ ഗ്യാസസ് ആർ compressible to a large extent. Particles are separated by large distances. പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള ദൂരം കൂടുതലാണ്. So they can be compressed. So gases can be compressed. ഗ്യാസുകളെ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും. 5 ലിറ്റർ ഉള്ള ഒരു ഗ്യാസിനെ വേണമെങ്കിൽ നമുക്ക് കംപ്രസ് ചെയ്ത് 3 ലിറ്ററോ 2 ലിറ്ററോ 1 ലിറ്ററോ ഒക്കെ ആക്കി മാറ്റാം. അപ്പം ഗ്യാസസ് ആർ കംപ്രസിബിൾ. കാരണം പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള ദൂരം കൂടുതലാണ്.
കംപ്രസ് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള ദൂരം കുറയും. ഓക്കെ, അടുത്ത പോയിന്റ്. ദർ ഈസ് നോ അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഓഫ് എ ഗ്യാസ്. ഗ്യാസിലെ പാർട്ടിക്കിൾസ് തമ്മിൽ അട്രാക്ഷനും ഇല്ല, റിപ്പൾഷനും ഇല്ല എന്നാണ് ഈ തിയറി പറയുന്നത്. ആകർഷണവും ഇല്ല, വികർഷണവും ഇല്ല. അടുത്ത പോയിന്റ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? സോ ഗ്യാസസ് ഓക്യുപ്പൈ ഓൾ ദി സ്പേസ് അവൈലബിൾ ടു ദം. ലഭ്യമായ സ്ഥലത്ത് മുഴുവൻ ഗ്യാസ് സ്ഥിതി ചെയ്യും. 5 ലിറ്ററിൻ്റെ ഒരു പാത്രമാണെങ്കിൽ ആ 5 ലിറ്ററിൻ്റെ പാത്രത്തിൽ മുഴുവനും ഗ്യാസ് നിറഞ്ഞിരിക്കും. ഇതേ ഗ്യാസ് തന്നെ നമ്മൾ 10 ലിറ്റർ കൊള്ളുന്നൊരു പാത്രത്തിൽ നിറച്ചാൽ ആ ഗ്യാസിൻ്റെ വോള്യം 10 ലിറ്റർ ആയിരിക്കും. അതായത് ലഭ്യമായ സ്ഥലത്ത് മുഴുവൻ ഈ ഗ്യാസ് നിറഞ്ഞിരിക്കും. കാരണം ഗ്യാസിലെ പാർട്ടിക്കിൾസ് തമ്മിൽ അട്രാക്ഷനും ഇല്ല, റിപ്പൾഷനും ഇല്ല എന്നാണ് ഈ തിയറി പറയുന്നത്. അടുത്ത പോയിന്റ്. പാർട്ടിക്കിൾസ് ഓഫ് എ ഗ്യാസ് ആർ നോട്ട് അറ്റ് റെസ്റ്റ് ബട്ട് ആർ ഇൻ കോൺസ്റ്റന്റ് റാൻഡം മോഷൻ. ഒരു ഗ്യാസിലെ പാർട്ടിക്കിൾസ് അനങ്ങാതെ ഇരിക്കുകയല്ല, റെസ്റ്റിലല്ല. ഇവർ തുടർച്ചയായി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ ഇൻ കോൺസ്റ്റന്റ് റാൻഡം മോഷൻ. ഇവ നിർത്താതെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിനെയാണ് റാൻഡം മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിർത്താതെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ ഇൻ റാൻഡം മോഷൻ. അടുത്ത പോയിന്റ്. പാർട്ടിക്കിൾസ് ഓഫ് എ ഗ്യാസ് മൂവ് ഇൻ ഓൾ പോസിബിൾ ഡയറക്ഷൻസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻസ്. ഒരു ഗ്യാസിലെ പാർട്ടിക്കിൾസ് എല്ലാ ദിശകളിലേക്കും ചലിക്കും. പക്ഷെ എങ്ങനെയാണ്? ദേ മൂവ് ഇൻ സ്ട്രെയിറ്റ് ലൈൻസ്. നേർ രേഖയിലാണ് സഞ്ചരിക്കുന്നത്, വളഞ്ഞിട്ടല്ല, സ്ട്രെയിറ്റ് ലൈനായിട്ടാണ്. പാർട്ടിക്കിൾസ് ഓഫ് എ ഗ്യാസ് മൂവ് ഇൻ ഓൾ പോസിബിൾ ഡയറക്ഷൻസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻസ്. അടുത്ത പോയിന്റ്. ഡ്യൂറിങ് ദെയർ മോഷൻ ദേ കൊളൈഡ് വിത്ത് വൺ അനദർ ആൻഡ് ഓൾസോ വിത്ത് ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. പാർട്ടിക്കിൾസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? നമുക്കറിയാം, അവ പരസ്പരം കൂട്ടിമുട്ടും, കൊളൈഡ് ചെയ്യും. കൂടാതെ ഏതു പാത്രത്തിലാണോ ഈ ഗ്യാസ് ഇരിക്കുന്നത് ആ പാത്രത്തിൻ്റെ സൈഡിൽ പോയിട്ടും ഇടിക്കും, കൊളൈഡ് ചെയ്യും. ആ കണ്ടെയ്നറിൻ്റെ വാൾ, ചുമരിൽ പോയി കൊളൈഡ് ചെയ്യും, ഇടിക്കും. അപ്പോൾ ഡ്യൂറിങ് ദെയർ മോഷൻ ദേ കൊളൈഡ് വിത്ത് വൺ അനദർ ആൻഡ് ഓൾസോ വിത്ത് ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. അടുത്ത പോയിന്റ് നോക്കൂ. ദ കൊളീഷൻസ് ഓഫ് ദി പാർട്ടിക്കിൾസ് എഗെയിൻസ്റ്റ് ദ വാൾസ് ഓഫ് ദി കണ്ടെയ്നർ റിസൾട്ട് ഇൻ ദ പ്രഷർ ഓഫ് ദി ഗ്യാസ്. കണ്ടെയ്നറിൻ്റെ ചുമരിൽ ഗ്യാസ് പാർട്ടിക്കിൾസ് ചെന്ന് ഇടിക്കും, കൊളൈഡ് ചെയ്യും. ഈ കൊളീഷനാണ് ഗ്യാസിൻ്റെ പ്രഷർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ കണ്ടെയ്നറിൻ്റെ വോളിൽ ചെലുത്തുന്ന, എക്സേർട്ട് ചെയ്യുന്ന കൊളീഷനാണ് പ്രഷറായിട്ട് മാറുന്നത്. പാർട്ടിക്കിൾസ് കണ്ടെയ്നറിൻ്റെ ചുമരിൽ, വാൾസിൽ കൊളൈഡ് ചെയ്യും, ഇടിക്കും. ഈ കൊളീഷൻസ് ആണ് ഗ്യാസിൻ്റെ പ്രഷറായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അടുത്ത പോയിന്റ്. ദ കൊളീഷൻസ് ഓഫ് ദി പാർട്ടിക്കിൾസ് ഓഫ് എ ഗ്യാസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ദാറ്റ് ഈസ്, ദർ ഈസ് നോ ലോസ് ഓർ ഗെയിൻ ഓഫ് കൈനറ്റിക് എനർജി. ഗ്യാസിലെ പാർട്ടിക്കിൾസ് കൂട്ടിമുട്ടുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പാർട്ടിക്കിൾസ് കൂട്ടിമുട്ടുമ്പോൾ കൈനറ്റിക് എനർജി നഷ്ടപ്പെടുകയോ കിട്ടുകയോ ചെയ്യുന്നില്ല. ഒരു പാർട്ടിക്കിൾസിന് കൈനറ്റിക് എനർജി കുറയുന്നു, മറ്റൊരു പാർട്ടിക്കിൾസിന് കൈനറ്റിക് എനർജി കൂടുന്നു. ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. കൊളീഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. അടുത്ത പോയിന്റ്. ദ ടോട്ടൽ എനർജി ഓഫ് ദ പാർട്ടിക്കിൾസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ കൊളീഷൻസ് റിമെയിൻസ് ദ സെയിം. കൊളീഷന് മുമ്പും കൊളീഷന് ശേഷവും പാർട്ടിക്കിൾസിൻ്റെ എനർജി സെയിമാണ്.
കൊളീഷൻ്റെ മുമ്പും കൊളീഷന് ശേഷവും പാർട്ടിക്കിൾസിൻ്റെ എനർജി സെയിമാണ്, മാറുന്നില്ല. എന്നിരുന്നാലും ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. ഹവവർ ദർ മേ ബി ആൻ എക്സ്ചേഞ്ച് ഓഫ് എനർജി ബിറ്റ്വീൻ ദ കൊളൈഡിംഗ് പാർട്ടിക്കിൾസ് ഡ്യൂറിങ് സച്ച് കൊളീഷൻസ്. എങ്കിലും ഈ കൊളീഷൻ നടക്കുന്ന സമയത്ത് പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു എനർജി എക്സ്ചേഞ്ച് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ആ പോയിന്റ് കൂടെ നോക്കി വയ്ക്കാം. ഇനി അടുത്ത പോയിന്റ് നോക്കൂ. അറ്റ് എനി ഇൻസ്റ്റന്റ് ഡിഫറെന്റ് പാർട്ടിക്കിൾസ് ഓഫ് എ ഗ്യാസ് പൊസസ് ഡിഫറെന്റ് സ്പീഡ്സ് ആൻഡ് ഹെൻസ് ഡിഫറെന്റ് കൈനറ്റിക് എനർജി. ഒരു പ്രത്യേക നിമിഷത്തിൽ പല പാർട്ടിക്കിൾസിനും പല സ്പീഡാണ്. പല സ്പീഡായതുകൊണ്ട് എന്താണ്? അവയുടെ കൈനറ്റിക് എനർജി ഡിഫറെൻ്റ് ആണ്. ദിസ് ഈസ് ബിക്കോസ് ദ സ്പീഡ് ഓഫ് എ പാർട്ടിക്കിൾ ചേഞ്ചസ് ആഫ്റ്റർ കൊളീഷൻ. അപ്പോൾ കൊളീഷന് ശേഷം പാർട്ടിക്കിളിൻ്റെ സ്പീഡിൽ അല്പം വ്യത്യാസം വന്നേക്കാം. ദിസ് ഈസ് ബിക്കോസ് ഇതുകൊണ്ടാണ് ദ സ്പീഡ് ഓഫ് എ പാർട്ടിക്കിൾ ചേഞ്ചസ് ആഫ്റ്റർ കൊളീഷൻ. അപ്പം അതുകൊണ്ട് കൊളീഷന് ശേഷം പാർട്ടിക്കിൾസിൻ്റെ സ്പീഡിൽ മാറ്റം വന്നേക്കും. എന്നിരുന്നാലും അടുത്ത പോയിന്റ് നോക്കൂ. ഹവവർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്പീഡ് റിമെയിൻസ് കോൺസ്റ്റന്റ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഒരു പ്രത്യേക ടെമ്പറേച്ചറിലെ സ്പീഡ് കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. സ്പീഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കോൺസ്റ്റന്റ് ആണെന്നുള്ളതാണ് സങ്കല്പം. ഒരു പ്രത്യേക ടെമ്പറേച്ചറിലെ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അടുത്ത പോയിന്റ്. ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഓരോ പാർട്ടിക്കിളിൻ്റെയും കൈനറ്റിക് എനർജി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും. ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ പല നിമിഷത്തിലും പല കൈനറ്റിക് എനർജി ആയിരിക്കും. അതുകൊണ്ടാണ് ആവറേജ് എന്ന് പറയുന്നത്. ഒരു ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കൈനറ്റിക് എനർജി. അപ്പോൾ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾസ് അല്ലേ ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഇപ്പം ഗ്യാസുകളുടെ സ്വഭാവത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു തിയറിയാണ് നമ്മൾ കണ്ടത്. ഇതിൻ്റെ പേരാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ്. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഗ്യാസിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇവ ചെറിയ പാർട്ടിക്കിൾസാണ്. പാർട്ടിക്കിൾസ് ആറ്റങ്ങളാവാം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവാം. ഈ പാർട്ടിക്കിൾസ് സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്. എല്ലാ ദിശകളിലേക്കും മൂവ് ചെയ്യുമ്പോൾ പരസ്പരം കൂട്ടിമുട്ടും. കണ്ടെയ്നറിൻ്റെ വാളിൽ ചെന്ന് ഇടിക്കും. ഇതാണ് ഗ്യാസിൻ്റെ പ്രഷറായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇനി പല പാർട്ടിക്കിൾസിനും പല സ്പീഡായിരിക്കും. കൈനറ്റിക് എനർജി പലതായിരിക്കും. കൊളീഷൻസ് ഇലാസ്റ്റിക് ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമ്മൾ കണ്ടത്. ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ് കൈനറ്റിക് എനർജി. ഇതൊക്കെ കൈനറ്റിക് മോളിക്കുലാർ തിയറിയിലെ പ്രധാനപ്പെട്ട പ്രസ്താവനകളാണ്. നന്നായിട്ട് എഴുതി നമ്മൾ പഠിക്കണം. ഓക്കെ, അടുത്തത് ഗീവ് ദ ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസസ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിക്കാത്ത ഗ്യാസുകളാണ് റിയൽ ഗ്യാസസ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിക്കാത്ത ഗ്യാസുകളാണ് നോൺ ഐഡിയൽ ഗ്യാസസ് അല്ലെങ്കിൽ റിയൽ ഗ്യാസസ്. ഫസ്റ്റ് പോയിന്റ് നോക്കൂ. റിയൽ ഗ്യാസസ് ഡീവിയേറ്റ് എന്ന് പറയും. ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. ഐഡിയൽ ഗ്യാസുകൾ പെരുമാറുന്ന പോലെയല്ല റിയൽ ഗ്യാസുകൾ പെരുമാറുന്നത്. ഇനി നമ്മളൊരു ഗ്രാഫ് നോക്കാം അല്ലേ. അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പി വി ഈസ് കോൺസ്റ്റന്റ് അല്ലേ. പി വി ഓഫ് എ ഗ്യാസ് ഈസ് കോൺസ്റ്റന്റ്. അപ്പോൾ പി വിയും പിയും തമ്മിലുള്ളൊരു ഗ്രാഫ്. പി വി കോൺസ്റ്റന്റ് ആണ്. നോക്കൂ, ഇത് ബ്ലാക്ക് ലൈൻ നോക്കൂ.
ഐഡിയൽ ഗ്യാസിനെ കാണിക്കുന്ന ഗ്രാഫ് ഇതാണ്, നമ്മൾ പഠിച്ചതാണ്, ബോയിൽസ് റൂൾ. പി വി കോൺസ്റ്റൻ്റ് ആണ്. ഇനി പല ഗ്യാസുകളും ഐഡിയൽ ആയിട്ടുള്ള ക്യാരക്ടർ പ്രദർശിപ്പിക്കുന്നില്ല. അപ്പോൾ നോക്കൂ, ഹീലിയം കണ്ടോ, സ്ട്രെയിറ്റ് ലൈൻ അല്ല അല്ലേ, എക്സ് ആക്സിസിന് പാരലായിട്ടല്ല, പി വി കോൺസ്റ്റൻ്റ് അല്ല. H2 കാർബൺ മോണോക്സൈഡ് CH4 ആണ്, CH2 അല്ല, CH4 ആണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. CH2 എന്നാണ് കൊടുത്തിട്ടുള്ളത്, CH4 ആണ് മീഥേൻ. അപ്പോൾ ഐഡിയൽ ഗ്യാസിൻ്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനാണ്, എക്സ് ആക്സിസിന് പാരലാണ്. ഇതുപോലെയല്ല മറ്റ് ഗ്രാഫുകൾ. ഹീലിയത്തിൻ്റെ ഗ്രാഫ് വ്യത്യാസമുണ്ട്, സ്ട്രെയിറ്റ് ലൈനാണെന്ന് പറയാം, പക്ഷേ എക്സ് ആക്സിസിന് പാരലല്ല, കോൺസ്റ്റൻ്റ് അല്ല, പി വി കോൺസ്റ്റൻ്റ് അല്ല. ഹീലിയത്തിൻ്റെ പി വി കോൺസ്റ്റൻ്റ് അല്ല, H2 എന്നുള്ളതിൻ്റെ പി വി കോൺസ്റ്റൻ്റ് അല്ല. ഈ ഗ്രാഫുകളൊക്കെ നല്ല വ്യത്യാസമുണ്ട്, മീഥേൻ, കാർബൺ മോണോക്സൈഡ്. അപ്പോൾ ഐഡിയലായിട്ട് പെരുമാറാത്ത ഗ്യാസുകളാണ് ഇതൊക്കെ. ഇവയെ വിളിക്കുന്ന പേരാണ് റിയൽ ഗ്യാസസ്. എന്തുകൊണ്ടാണ് ഈ ഡീവിയേഷൻ കാണിക്കുന്നത്? റീസൺസ് ഫോർ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. ഗ്യാസുകൾ ഐഡിയലായിട്ട് പലപ്പോഴും പെരുമാറാറില്ല. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കൈനറ്റിക് മോളിക്കുലാർ തിയറിയിലെ 2 പ്രസ്താവനകൾ തെറ്റാണ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നത് കൈനറ്റിക് മോളിക്കുലാർ തിയറി വെച്ചിട്ടാണ്. പക്ഷെ തിയറിയിലെ 2 കാര്യങ്ങൾ തെറ്റാണ്, തെറ്റായ നിഗമനങ്ങളാണ്, അസംഷൻസ് ആണ്. The 2 postulates of the kinetic molecular theory, അങ്ങനെ തന്നെ എഴുതാം, kinetic molecular theory which do not hold good. ആ 2 പ്രസ്താവനകൾ അത്ര പോരാ. അതായത് ഫോൾട്ടി അസംഷൻസ് ആണ്, ഫോൾട്ടി അസംഷൻസ് ഓഫ് കൈനറ്റിക് മോളിക്കുലാർ തിയറി. കൈനറ്റിക് മോളിക്കുലാർ തിയറിയിലെ 2 കാര്യങ്ങൾ തെറ്റാണ്. അതേതൊക്കെയാണ്? ഒന്ന്, there is no force of attraction and repulsion between the molecules of a gas. ഒരു ഗ്യാസിലെ മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷനും ഇല്ല, റിപ്പൽഷനും ഇല്ല എന്നാണ് ഈ തിയറി പറയുന്നത്. അത് തെറ്റാണ്. മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷനും റിപ്പൽഷനും ഒക്കെ ഉണ്ടായിരിക്കും. ഈ കാര്യം തെറ്റാണ്. ഈ തെറ്റായിട്ടുള്ള പ്രസ്താവന വന്നത് കാരണമാണ് റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കാത്തത്. മറ്റൊരു തെറ്റായിട്ടുള്ള പ്രസ്താവന നോക്കൂ, വോള്യൂം ഓഫ് ദ മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ഈസ് നെഗ്ലിജിബിളി സ്മോൾ ഇൻ കമ്പാരിസൺ ടു ദ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ ദ ഗ്യാസ്. അതായത് കണ്ടെയ്നറിൻ്റെ വോള്യവുമായി കമ്പയർ ചെയ്യുമ്പോൾ മോളിക്യൂൾസിൻ്റെ വോള്യം വളരെ ചെറുതാണ് എന്നാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറി പറയുന്നത്. മോളിക്യൂൾസിൻ്റെ വോള്യം നെഗ്ലിജിബിളാണ്. കണ്ടെയ്നർ എത്ര വലുതായാലും മോളിക്യൂളിന് അതിൻ്റേതായിട്ടുള്ള വോള്യമുണ്ട്. അതങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യാൻ കഴിയില്ല. എത്ര വലിയ പാത്രമാണെങ്കിലും മോളിക്യൂൾസിന് അതിൻ്റേതായിട്ടുള്ള വോള്യമുണ്ട്. അപ്പോൾ മോളിക്യൂൾസിൻ്റെ വോള്യം നമ്മൾ കൺസിഡർ ചെയ്യണം, പരിഗണിക്കണം, അത് അവഗണിക്കാൻ പാടില്ല. വോള്യൂം ഓഫ് ദ മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ഈസ് നെഗ്ലിജിബിളി സ്മോൾ ഇൻ കമ്പാരിസൺ ടു ദി സ്പേസ് ഓക്യുപ്പൈഡ് ബൈ ദ ഗ്യാസ്. ഇപ്പോൾ കണ്ടെയ്നറിൻ്റെ വോള്യവുമായി തട്ടിച്ചു നോക്കുമ്പോൾ മോളിക്യൂളിൻ്റെ വോള്യം വളരെ ചെറുതാണെന്നാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറി പറഞ്ഞത്. ഇതും തെറ്റാണ്. ഇപ്പം 2 തെറ്റായ പ്രസ്താവനകൾ. എന്താണ്? മോളിക്യൂൾസിൻ്റെ ഇടയിൽ അട്രാക്ഷൻ ഇല്ല, റിപ്പൽഷൻ ഇല്ല. ഇത് തെറ്റാണ്. മോളിക്യൂൾസിൻ്റെ വോള്യം നെഗ്ലിജിബിൾ ആണ്. വോള്യൂം ഓഫ് മോളിക്യൂൾസ് ഈസ് നെഗ്ലിജിബിൾ വെൻ കമ്പയർഡ് ടു ദി ടോട്ടൽ വോള്യൂം ഓഫ് ദ കണ്ടെയ്നർ. അങ്ങനെ വേണമെങ്കിൽ എഴുതാം. വേണമെങ്കിൽ അത് മാറ്റി എഴുതാം. നോക്കിക്കോളൂ, ഇതേ സെൻറ്റൻസ് നമുക്ക് വേണമെങ്കിൽ അത് മാറ്റി എഴുതാം. നോക്കൂ, വോള്യൂം ഓഫ് ദ molecules of a gas is negligible when compared to the total volume of the container ഇപ്പോൾ മോളിക്യൂൾസിൻ്റെ വോള്യം നെഗ്ലിജിബിൾ ആണ്.
ഏത് പാത്രത്തിലാണോ അതിരിക്കുന്നത് അതിൻ്റെ വോള്യവുമായി തട്ടിച്ചു നോക്കുമ്പോൾ മോളിക്യൂൾസിൻ്റെ വോള്യം വളരെ നെഗ്ലിജിബിൾ ആണെന്ന് കൈനറ്റിക് മോളിക്കുലാർ തിയറി പറഞ്ഞിരുന്നു. ഈ പ്രസ്താവനയും തെറ്റാണ്. അപ്പോൾ മോളിക്യൂൾസിൻ്റെ ഇടയ്ക്ക് അട്രാക്ഷനും റിപ്പൽഷനും ഉണ്ടായേക്കാം. മോളിക്യൂൾസിൻ്റെ വോള്യം നെഗ്ലിജിബിൾ അല്ല, അത് നമ്മൾ പരിഗണിക്കണം. ഈ രണ്ട് കാര്യങ്ങളിലാണ് തെറ്റ് വന്നത്. ഈ തെറ്റ് വന്നത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തത്. കണ്ടോ, PV കോൺസ്റ്റൻറ്റ് ആണെന്നാണ് നമ്മൾ പഠിച്ചിരുന്നത് ഐഡിയൽ ഗ്യാസിന് വേണ്ടിയിട്ട്. എന്നാൽ റിയൽ ഗ്യാസിൽ ഈ പ്രസ്താവന തെറ്റാണ്. PV കോൺസ്റ്റൻ്റ് അല്ല. നോക്കൂ, ഹീലിയത്തിൻ്റെ ഗ്രാഫ് ഇങ്ങനെ മേലേക്ക് പോകുന്നുണ്ട്. ഹൈഡ്രജൻ്റെ ഗ്യാസ്, പിന്നെ മീഥേൻ്റെ ഗ്യാസ്, കാർബൺ മോണോക്സൈഡിൻ്റെ ഗ്യാസ്, ഇതൊന്നും ഐഡിയൽ ഗ്യാസ് അല്ല, ദേ ആർ റിയൽ ഗ്യാസസ്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നമ്മൾ കൈനറ്റിക് മോളിക്കുലാർ തിയറി പരിശോധിച്ചു. അതിലെ തെറ്റായിട്ടുള്ള 2 പ്രസ്താവനകൾ കണ്ടു. റിയൽ ഗ്യാസസിൻ്റെ ഒരു ഗ്രാഫ് കണ്ടു. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നോക്കി വയ്ക്കണം. ബാക്കി അടുത്ത ക്ലാസ്സിൽ. ബൈ.